അങ്ങനെ ഒരു ഞായറാഴ്ചയും കൂടെ തീരാൻ പോവുകയാണ്. ഇന്ന് സൺഡേ ഒരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ചെറിയൊരു മയങ്ങിയില്ല ഞാൻ, ചെറുതായിട്ടൊന്നു കിടന്നു. കുറച്ച് നേരം ഫോൺ നോക്കി. പിന്നെ ഒരു സിനിമയുടെ കുറച്ച് ഭാഗമൊക്കെ കണ്ടിട്ട് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും പുറത്ത് നല്ല മഴയായിരുന്നു. മഴയെന്ന് വെച്ചാൽ ഇടവിട്ടുണ്ട്, ഇങ്ങനെ നിന്ന് പെയ്യുന്നില്ല, ഇടവിട്ട് മഴയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ചെണ്ടൻ കപ്പ, ഞങ്ങളുടെ ഇവിടെ ചെണ്ടൻ കപ്പ എന്നാണ് കേട്ടോ പറയുന്നത്, അത് തിന്നാൻ വേണ്ടിയിട്ടൊരു മോഹം. അങ്ങനെ ഞാൻ കപ്പ പൊളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ. ഇത് ഭയങ്കര പാടാണ് ഈ കത്തി കൊണ്ട്, അധികം മൂർച്ചയൊക്കെ ഉണ്ട്, പക്ഷെ എന്താണെന്നറിയത്തില്ല, അതങ്ങ് പൊട്ടിച്ചിട്ടിങ്ങ് പോരുന്നില്ല. അത് മുട്ടി കേട്ടോ കപ്പയുടെ. അത് ഒരു വിധത്തിൽ അത് പൊളിച്ചെടുത്തു. ഇനിയിപ്പോൾ കപ്പ മുറിക്കണം. ഈ കത്തി കൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ പൊളിച്ചെടുക്കാൻ വേണ്ടി. എന്നാലും കുഴപ്പമില്ല, 2-3 തവണ ഇങ്ങനെ വെട്ടിയിട്ട് നമ്മളിങ്ങനെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ അടർത്തി എടുക്കുക ചെയ്യാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറച്ച് ഇത് ഫുള്ളായിട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. കുറച്ച് മാറ്റി വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ കപ്പ തിന്നാൻ വേണ്ടിയിട്ട് മോഹം തോന്നും ഇപ്പം. അപ്പോൾ 2 കഷ്ണം എടുത്തിട്ട് ബാക്കി എടുത്തുകൊണ്ട് വെച്ചേക്കാമെന്ന് കരുതി കേട്ടോ. ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കുവാണെങ്കിൽ, ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്താണ് കേട്ടോ വെക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാൽ പെട്ടെന്ന് കറുപ്പ് കയറിയാലെന്നൊരു വിശ്വാസം, അറിയത്തില്ല, ഇന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ വെച്ച് നോക്കുന്നത് കേട്ടോ. പിന്നെ വന്നിട്ട് അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനാണെങ്കിൽ കപ്പ പൊളിക്കാൻ വേണ്ടി തുടങ്ങി. എനിക്കത് ഇന്നെന്താണെന്നറിയത്തില്ല, പെട്ടെന്ന് പൊളിച്ചപ്പോഴേ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ അതിങ്ങോട്ട് പൊളിച്ചാൽ കപ്പ മേടിക്കുമ്പോൾ അതിങ്ങനെ പൊളിഞ്ഞു പോരാൻ വേണ്ടി ഭയങ്കര പാടാണ്. നമ്മളിങ്ങനെ ചെത്തി എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനാണെങ്കിൽ അത് വെക്കാൻ വേണ്ടിയിട്ടൊരു ചെരുവ് എടുക്കാൻ വേണ്ടി മാറിപ്പോയതായിരുന്നു കേട്ടോ. ചെരുവ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് പൊളിച്ചാൽ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇടണമല്ലോ. വെള്ളത്തിനകത്തേക്ക് നല്ല ചെളിയുണ്ട്. ഞാനാണെങ്കിൽ സാധാരണ ഈ മേളിൽ വെച്ച് മുറിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലും പഴയ കൂടെ എന്തെങ്കിലും വിരിക്കുന്നത്, കാരണം ഇഷ്ടം പോലെ ഈ മണ്ണില്ലേ, അത് ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ട് പാടാട്ടോ. തുടച്ചാലും മാറത്തില്ല. ഈ കപ്പ പൊളിച്ചപ്പോഴത്തെ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കേട്ടോ, തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോരാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് വശമില്ല ഈ പരിപാടി. വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങിയത്. അതും ഈ ഹൈദരാബാദിലേക്ക് വന്നിട്ട് താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ ഈ കറിയൊക്കെ വെക്കാനും ഇതൊക്കെ തുടങ്ങിയത്. അപ്പം ബാക്കി വന്നതൊക്കെ ഇപ്പം തന്നെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞേക്കാമെന്ന് വെച്ചു, വേസ്റ്റ്. അല്ലെങ്കിൽ ആ മണ്ണ് കിടക്കുന്നുണ്ടില്ലേ, അതിനി വെള്ളമൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ട്, അവിടെ എങ്ങാനും പറ്റിപ്പിടിച്ചിരിക്കും, പിന്നെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അവിടെ ഇരുന്ന ഉപ്പിൻ്റെ ആ ഭരണിയൊക്കെ ഞാനങ്ങ് എടുത്ത് മാറ്റി വെച്ച്, ഇനി അത് തുടയ്ക്കാൻ വേണ്ടി തുണി എടുത്തുകൊണ്ട് പോയേക്കുക. അതിങ്ങനെ നമ്മുടെ കൈ കൊണ്ട് വിളിച്ചാൽ പോരത്തില്ല. അപ്പോൾ തുടച്ചിങ്ങെടുത്തിട്ട് വാഷ് ബേസിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ കയ്യിലേക്ക് വാരുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കളഞ്ഞു. ഇനിയിപ്പോൾ കപ്പ കഴുകിയെടുക്കണം കേട്ടോ. നന്നായിട്ട് അതിനെ ചെളിയുള്ളത് നന്നായിട്ട് കഴുകിയെടുക്കണം. 2 മുറിയേ എടുത്തുള്ളൂ, അത് മതി, കാരണം അധികം കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് 2 മുറി എടുത്തത്. ഇനിയിപ്പോൾ അത് എന്നെ ചെയ്യണമെന്ന് പെട്ടെന്ന് അതിൻ്റെ നാരൊക്കെ പൊളിച്ച് കളഞ്ഞു കേട്ടോ. എനിക്ക് എൻ്റെ സത്യം പറഞ്ഞാൽ പറയണ്ടേന്ന് അറിയത്തില്ല, അതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ വിട്ടു പോകുന്നത്, പറയാൻ വേണ്ടിയിട്ട് വാക്കുകളില്ല. അപ്പം ഞാനാണെങ്കിൽ മുറിക്കാൻ നോക്കിയാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത് ഈ നടുവെയല്ല മുറിക്കേണ്ടത്, അത് നടക്കുക. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൈ കൊണ്ട് കൊടുത്തു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ പരിപാടികളെല്ലാം മാറി. കാരണം കഴിഞ്ഞ ദിവസത്തെ ഇച്ചിരി ബീഫ് കറിയുടെ മിച്ചം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അതിൻ്റെ അകത്തേക്ക് കപ്പ ഇങ്ങനെ പുഴുങ്ങിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇറച്ചി ഇട്ടിട്ട് കപ്പ ബിരിയാണി പോലെ ഉണ്ടാക്കാമെന്ന് എടുത്തു. അപ്പോഴത്തേക്കും താഴേക്ക് നോക്കുമ്പോഴത്തേക്കും ഇപ്പം മഴ കഴിഞ്ഞ്, ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. താഴേക്ക് നോക്കിയപ്പോഴത്തേക്കും ഇഷ്ടം പോലെ പ്രാവുകൾ വന്നിരിപ്പുണ്ട് കേട്ടോ. അതുങ്ങൾ ഇതിലേ കയറി വരും, നമ്മുടെ ഈ ജനലിൻ്റെ ഈ സൈഡിലൊക്കെ വന്നിരിക്കും കേട്ടോ ചിലപ്പോൾ. അപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞ് നിൽക്കുകയാണ്. അത് നമുക്ക് കണക്കിലെടുക്കാൻ പറ്റത്തില്ല, ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും പിന്നെ അന്തരീക്ഷത്തിൻ്റെ മട്ടുഭാവമൊക്കെ മാറും. അപ്പോൾ കപ്പയൊക്കെ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് തന്നിട്ടുണ്ട്. അതിനി എനിക്ക് കഴുകിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അതിന് മുമ്പ് പോയി വെള്ളം എടുക്കണം. ഇവിടുത്തെ ടാപ്പിലെ വെള്ളം ഞങ്ങൾ ഉപയോഗിക്കാറില്ല കേട്ടോ. അത് നമ്മൾ കുളിക്കാനും പാത്രം കഴുകാനും തുണി അലക്കാനും മാത്രമേ എടുക്കാറുള്ളൂ. നമ്മൾ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വെളിയിൽ നിന്ന് വെള്ളം എടുക്കുക ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വെള്ളം ഒഴിക്കണം. ഈ ഇവിടുത്തെ ടാപ്പിലെ വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സ്മെല്ലാണ്, നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ നിന്ന് വെള്ളം മേടിച്ച് ഉപയോഗിക്കും. 20 രൂപ എങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ക്യാൻ്റെ അകത്ത് വെള്ളം കിട്ടും. അപ്പോൾ മുളക് പൊടിയും
പിന്നെ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് അത് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. എനിക്ക് ഇവിടെ പാകത്തിനുള്ള ചെരുവയില്ല, ചെരുവ ഉള്ളത് കുഞ്ഞിതാണ്. പിന്നെ ഒരു ചെരുവത്തിൻ്റെ അകത്താണ് ബീഫ് എടുത്ത് വെച്ചേക്കുക. അപ്പോൾ പിന്നെ കുക്കറിൻ്റെ അകത്തിട്ട് വിസിലടിപ്പിക്കുന്നില്ല, കാരണം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലാണ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ വിസിലടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പെട്ടെന്ന് അത് അതിനകത്ത് വെച്ച് തന്നെ തിളപ്പിച്ചെടുക്കാം. കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കപ്പയാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് തിളപ്പിച്ചെടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനാണെങ്കിൽ അതിലേക്ക് വെച്ചു കേട്ടോ. ഇൻഡക്ഷൻ കുക്കർ എൻ്റെ വീട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ അടുക്കള കാണലെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതിന് വന്നപ്പോഴത്തെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നപ്പോഴത്തേക്കും കൊണ്ടുവന്നു. അതായത് ഭിത്തിയിലൊക്കെ കറി വെച്ചതിൻ്റെ പെട്ടെന്ന് തെറിക്കുന്നുണ്ട്. അതാണ് ഈ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചുള്ള പ്രശ്നം, ഭിത്തിയൊക്കെ പെട്ടെന്ന് ഇതാകും. അപ്പോൾ ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് അതൊക്കെ ചെയ്തെടുക്കുന്ന കേട്ടോ, വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നത്. പകൽ ഞാനൊന്നും ചെയ്യാറില്ല, കാരണം ചെയ്ത് കഴിഞ്ഞാൽ തുടച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ കപ്പയൊക്കെ വെന്തു. പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വറുത്ത അതിൻ്റെ അകത്തേക്ക് ഇടാൻ. പിന്നെ ആ ബീഫ് ഇങ്ങനെ അത് കുറുകിയായിരുന്നു, അപ്പോൾ ഇച്ചിരിയും കൂടെ ഇച്ചിരി വെള്ളം ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കും കേട്ടോ. അത് ചാറൊട്ടും ഇല്ലാണ്ട് അങ്ങോട്ട് പോയായിരുന്നു. അപ്പം കുറച്ച് വെള്ളവും കൂടെ ചേർത്തു. എന്നിട്ട് കപ്പയ്ക്കകത്തേക്ക് ആ ബീഫ് ഇട്ടു കേട്ടോ. ഇട്ടിട്ട് ഇളക്കി. അത് ഞാൻ ഇളക്കിയാൽ ശരിയാവുമൊന്നുമില്ല, ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ചുമ്മാ കുത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കേട്ടോ. അങ്ങനെ ഇളക്കി. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കപ്പ ബിരിയാണി. ഇത് പിന്നെ പെട്ടെന്ന് തോന്നിയ ഒരു ആശയത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കിയ ഒരു സാധനമാണ്. എനിക്കിനി ആ പൊക്കത്തേക്ക് ഇനി തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന കപ്പ ബിരിയാണി ഒത്തിരി എനിക്കിഷ്ടമാണ്. ഇനി എന്നിട്ട് മുളകും തേങ്ങയും ഒക്കെ ഇട്ടിട്ട്, അതൊക്കെ ഞാനല്ല കേട്ടോ ചെയ്യുന്നത്, അതൊക്കെ ഹസ്ബൻഡാണ് കേട്ടോ ചെയ്യുന്നത്. തേങ്ങയൊക്കെ മുളകൊക്കെ ഇട്ട് തേങ്ങയൊക്കെ വറുത്തരയ്ക്കുന്നില്ല, അരയ്ക്കാതെ തന്നെ നേരിയ രീതിയിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട്, ഇപ്പോൾ പെട്ടെന്ന് ചൂടാവും. ഇൻഡക്ഷൻ കുക്കർ ആയതുകൊണ്ട് ഈ ഗ്യാസിനെ കഴിഞ്ഞ് വേഗത്തിൽ ചൂടായി കിട്ടും കേട്ടോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എണ്ണ ഒഴിച്ചിട്ട് പുള്ളിക്കാരൻ ഇനി മുളകെടുക്കാൻ വേണ്ടി പോയേക്കാന്ന് തോന്നുന്നു. മടുത്തു. കുറച്ച് ഉണക്കമുളകും പിന്നെ ഈ പച്ചമുളകില്ല അതും കൂടെ ഇട്ടിട്ടാട്ടോ. ഈ വക പരിപാടി തട്ടിക്കൂട്ട് കറി പെട്ടെന്ന് വെക്കുന്ന സംഭവങ്ങളൊന്നും എനിക്ക് അത്രയ്ക്ക് വശമൊന്നുമില്ല, അതുകൊണ്ട് അതൊക്കെ പുള്ളിക്കാരനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അതിനകത്തേക്ക് മുളകൊക്കെ ഇട്ട് ഇനിയിപ്പോൾ തേങ്ങയും കൂടി ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. നാട്ടിലൊക്കെയാണ് നന്നായിട്ട് അമ്മ ഇങ്ങനെ കറുപ്പിച്ച്, ഞാൻ ഓർക്കുന്നു, തേങ്ങ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചുമപ്പിച്ചെടുത്തിട്ട് ഇടുന്നത്. അത് അത്രയും ഞാൻ എടുക്കുന്നില്ല, കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ഇവിടെ എടുക്കുന്നില്ല, കാരണം പെട്ടെന്ന് തന്നെ അത് കുറേ നേരം എടുക്കും. ഇൻഡക്ഷൻ കുക്കർ ഭയങ്കര, എൻ്റെ എന്താ അറിയത്തില്ല, എല്ലാവരുടെയും ഇങ്ങനെയാണോ, ഇത് ഞങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ആണോ എന്നറിയത്തില്ല. ഇൻഡക്ഷൻ കുക്കർ ഭയങ്കര പാടാണ് ഫുഡ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കൂടി മുളകൊക്കെ കുറച്ചൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് തേങ്ങ അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇളക്കി കേട്ടോ. ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്, നല്ല സ്പീഡിലൊക്കെയാണ് ഇളക്കുന്നത്. ഞാൻ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. പുള്ളിക്ക് ഈ വീഡിയോ ഒന്നും എടുക്കുന്നത് ഇഷ്ടമൊന്നുമില്ല, അപ്പോൾ ഇളക്കുന്നുണ്ട്. ഇഷ്ടമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് കാണിക്കരുതെന്നൊക്കെ പറയും. പുള്ളിക്കാരൻ്റെ താല്പര്യം, അതുകൊണ്ട് ഞാൻ ഇത്രയും സൂം ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഓഫ് ചെയ്തു കേട്ടോ, അത്രയും ആക്കുന്നുള്ളൂ. എന്നിട്ട് കപ്പയ്ക്കകത്തേക്ക് ഇട്ടു കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, അടിപൊളി സ്മെല്ലൊക്കെയാണ്. ഇപ്പോൾ കപ്പയ്ക്കകത്തേക്ക് ഇട്ടിട്ട് അത് കുത്തി ഇളക്കുകയാണ് നന്നായിട്ട്. എനിക്കിങ്ങനെ നല്ല കപ്പ ബിരിയാണി നല്ല കുഴഞ്ഞിങ്ങനെ ഇരിക്കണം. എന്നിട്ട് അതിൻ്റെ പൊക്കത്തേക്കുണ്ടല്ലോ ഈ സവോളയൊക്കെ അങ്ങോട്ട് അരിഞ്ഞിടണം, സവോളയും ഈ പച്ചമുളകും കൂടെ. എന്നിട്ട് അതെല്ലാം കൂടെ സവോളയും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ കോരിക്കേക്ക് എന്നാ ടേസ്റ്റ് എന്നറിയും. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനം ഇത്. ഈ തട്ടുകടയിൽ നിന്നൊക്കെ മേടിക്കുന്ന എനിക്കിഷ്ടം. നേരത്തെ വീട്ടിലുണ്ടാക്കുമായിരുന്നു, ഇപ്പം പിന്നെ വീട്ടിലെല്ലാവർക്കും കൊളസ്ട്രോളൊക്കെ വന്നതിൻ്റെ പേരിലാണ് പിന്നെ ഉണ്ടാക്കി കുറഞ്ഞത്. പിന്നെ ഞങ്ങൾ മഴ പെയ്യുന്നുണ്ട്, ചെറിയ രീതിക്ക് മഴ ചാറി വരുന്നുണ്ട്. അതുകൊണ്ട് ജനലിൻ്റെ അവിടെ പോയിരുന്ന് പുറത്തേക്ക് നോക്കിയിരുന്ന് കട്ടക്കാപ്പി വെച്ചിട്ട് ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.